ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം നോക്കാം. നമുക്കറിയാം ഹോമോ സാപ്പിയൻസ് എന്നാണ് അല്ലെ. ഹോമോ എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമൺ ബീയിങ് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെയാണ് പറയുന്നത്. അപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് അവിടെ ഓർമ്മിക്കാൻ പറ്റും. ഇനി മനുഷ്യ ശരീരത്തിന്റെ താപനില ചോദിക്കുന്നതാണ് അല്ലെ. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതേ കാര്യം തന്നെ ഫാരൻഹീറ്റിൽ ചോദിക്കുമ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഓർമ്മിച്ചു വെക്കേണ്ടത്. ഇനി മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഈ കോശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് സൈറ്റോളജി എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എണ്ണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണ് അല്ലെ. ലക്ഷക്കണക്കിന് കോടി കോശങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കോശം ഏത്, ഏറ്റവും ചെറിയ കോശം ഏത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കാലോ. ഏറ്റവും വലിയ കോശമാണ് സ്ത്രീകളിൽ കാണപ്പെടുന്ന അണ്ഡകോശം, ഇംഗ്ലീഷിൽ ഓവം എന്ന് പറയും. സ്ത്രീകളുടെ ലൈംഗികാവയവമായിട്ടുള്ള അണ്ഡാശയത്തിൽ രൂപപ്പെടുന്ന ബീജകോശമായിട്ടുള്ള അണ്ഡകോശമാണ് ഏറ്റവും വലിയ കോശം. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്, ഇംഗ്ലീഷിൽ സ്പേം എന്ന് പറയും. പുരുഷന്മാരിൽ കാണപ്പെടുന്ന ബീജകോശമാണ് പുംബീജം. പുരുഷന്മാരുടെ ലൈംഗികാവയവമായിട്ടുള്ള വൃഷണങ്ങളിൽ രൂപപ്പെടുന്ന ബീജകോശമാണ് പുംബീജം. ഇനി അടുത്തത് ഏറ്റവും നീളം കൂടിയ കോശം. നീളം കൂടുതൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ന എന്ന് പറയുന്ന ഒരു അക്ഷരം ആലോചിക്കുകയാണെങ്കിൽ നീളം കൂടിയത് നാഡീകോശം. കണക്ട് ചെയ്യാലോ. ഈ നാഡീകോശത്തിനെ ന്യൂറോണുകൾ എന്നും അറിയപ്പെടുന്നു. ഇനി മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 46 ആണ്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ 46 ആണ്. 46 എന്ന് പറയാം, അല്ലെങ്കിൽ 23 ജോഡി എന്നും പറയാം. അടുത്തതായി മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ പരിചയപ്പെട്ടാലോ. ആകെ അവയവങ്ങളുടെ എണ്ണം 80 ആണ്. 79ാമതായി കണ്ടുപിടിച്ച മെസൻട്രി, 80ാമതായി കണ്ടുപിടിച്ച ഇന്റർസ്റ്റീഷ്യം. അങ്ങനെ ആകെ അവയവങ്ങളുടെ എണ്ണം 80. ഇതിൽ ഏറ്റവും വലിയ അവയവം ഏത്? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവാണെന്ത്? ത്വക്ക്, നമ്മുടെ സ്കിന്ന് അല്ലേ. ത്വക്കിനെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളിലാണ് പെടുത്താറുള്ളത്. നമ്മുടെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പഞ്ചേന്ദ്രിയം എന്ന് പറയും. കാരണം 5 എണ്ണമാണുള്ളത്: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതിൽ ഏറ്റവും വലുതും ഏതാണ്? ത്വക്കാണ്. അപ്പൊ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാലും ഉത്തരം എന്താണ്? ത്വക്കാണ് വരുന്നത്. എന്നാൽ ത്വക്ക് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന അവയവം നമ്മുടെ കരളാണ്. എന്നാൽ ഈ കരള് ആന്തരിക അവയവമാണല്ലോ, ശരീരത്തിന്റെ ഉള്ളിലുള്ളതല്ലേ. അതുകൊണ്ട് ആന്തരിക അവയവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയത് ഏതാണ്? കരളാണ്. ഇതേ കരള് തന്നെയാണ് ഏറ്റവും വലിയ ഗ്രന്ഥിയായിട്ടും പരിഗണിക്കപ്പെടുന്നത്. കരളിനെ കുറിച്ചുള്ള പഠനം എന്താ പേരിൽ പറയുന്നത്? ഹെപ്പറ്റോളജി എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തിന് എന്ത് പറയാം? അതാണ് ഡെർമറ്റോളജി. നമ്മുടെ എല്ലാവരെയും ത്വക്കിന് ഒരേ നിറമല്ല അല്ലെ. നമ്മളെ സ്കിന്ന് ഓരോരുത്തർക്കും ഓരോ നിറങ്ങളിൽ കാണാം. അപ്പൊ ഈ നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുവാണെന്ത്? മെലാനിൻ. ഇനി അടുത്തതായി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. ആകെ അസ്ഥികളുടെ എണ്ണം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരുള്ള ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 206 ആണ് ഉത്തരം അല്ലെ. നമ്മളിങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറയും. അസ്ഥികളുടെ എണ്ണം കിട്ടുന്നില്ലെങ്കിൽ 200 മതി എന്ന് പറയും. എവിടെയാണ്? 6 എന്ന് പറയുമ്പോൾ നമ്മൾ പുഴയാണ്. അപ്പോൾ ഒരു പുഴേന്റെ സൈഡിലിരുന്ന് നമ്മളിങ്ങനെ 200 ആണെങ്കിൽ 206 ആണ് ആകെ അസ്ഥികളുടെ എണ്ണം. ഇതേ കാര്യം തന്നെ നവജാത ശിശുക്കളിൽ അല്ലെങ്കിൽ ജനന സമയത്ത് എത്ര അസ്ഥികൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എണ്ണം ഇതിനേക്കാൾ കൂടുകയാണ് ചെയ്യുക. 300 അസ്ഥികൾ അല്ലെങ്കിൽ 300ഓളം അസ്ഥികൾ എന്നാണ് പറയാം. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതിൽ പല അസ്ഥികളും യോജിക്കുകയാണ്. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് അസ്ഥികളുടെ എണ്ണം കുറഞ്ഞ് അവസാനം 206 അസ്ഥികളായി മാറും. നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥികൂടത്തിനെ പ്രധാനമായിട്ട് നമ്മൾ 2 ഭാഗങ്ങളായി തരംതിരിക്കും. അതിലൊന്ന് അക്ഷാസ്ഥികൂടമാണ്, അടുത്തത് അനുബന്ധ അസ്ഥികൂടം. ശരീരത്തിന്റെ മുഖ്യമായ ഭാഗം അല്ലെ, അതാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. അതിൽ 80 അസ്ഥികളെയാണ് കാണാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അക്ഷാസ്ഥികൂടത്തിനോട് അനുബന്ധിച്ച് അല്ലെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ, കാലുകൾ, ഇതിലുള്ള അസ്ഥികളെല്ലാം കൂടെ ചേരുമ്പം അവിടെ ഒരു 126 അസ്ഥികൾ ഉണ്ടാവും. അപ്പൊ 80 അസ്ഥികളും 126 കൂടെ ചേരുമ്പോൾ ആകെ അസ്ഥികളുടെ എണ്ണം 206. ഈ അസ്ഥികളിൽ തന്നെ ഏറ്റവും വലുതേത് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തുടയലാണ്, ഇംഗ്ലീഷിൽ ഫീമർ എന്ന് പറയും.
എന്നാൽ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ നമ്മുടെ ചെവിക്കകത്ത് കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ചെവിക്കകത്ത് പ്രധാനമായിട്ടും 3 അസ്ഥികളാണുള്ളത്. നമ്മൾ ഓർമ്മിക്കാൻ മിസ് എന്ന് പറയാറുണ്ട്. എം മാലിയസ് ആണ്, ഐ ഇൻഗസ് ആണ്, എസ് സ്റ്റേപ്പിസ് ആണ്. ഇതിൽ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുത്. ഓർമ്മിക്കാൻ എളുപ്പമാണ്. എസ് എന്ന് പറയുമ്പോൾ സ്മോൾ, ചെറുതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ അസ്ഥിയാണെന്ന് കിട്ടും. അപ്പോൾ അസ്ഥികളെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നതിനാണ് എന്ത് പറയാ? ഓസ്റ്റിയോളജി. അടുത്തത് മനുഷ്യ ശരീരത്തിലെ പേശികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയാലോ. ആകെ പേശികളുടെ എണ്ണം 639. ഓർമ്മിക്കാൻ എളുപ്പമാണ്. 6 + 3 എന്ത് കിട്ടും? 9 അല്ലേ? അപ്പൊ 639 ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയും പേശി എന്ന് പറയുമ്പോൾ നമ്മൾ വില പേശാറുണ്ട് അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരു 6 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലേ? അപ്പൊ വീണ്ടും ഒരു 3 എണ്ണവും കൂടെ തന്നു കഴിഞ്ഞാൽ ഈ 6ഉം 3ഉം കൂടെ എന്തുണ്ട്? 9 ആവുമല്ലോ. അപ്പൊ 6 + 3 = 9 എന്ന് പറയുന്നത് പോലെ 639 പേശികളാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പേശി ഏത് എന്ന് ചോദിച്ചാൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് മാക്സിമസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വലുത് അല്ലെ? നമ്മുടെ ബട്ടക്സ് റീജിയനിൽ കാണപ്പെടുന്ന പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. എന്നാൽ നീളം കൂടിയ പേശി ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമേ അസ്ഥികളെ കുറിച്ച് പറഞ്ഞു. നീളം കൂടിയ അസ്ഥി, വലിയ അസ്ഥി എന്ന് പറയുമ്പോൾ തുടയലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാർട്ടോറിയസ് ആണ് ഏറ്റവും നീളമേറിയ പേശി. ഇനി ഏറ്റവും ചെറിയ പേശി ചോദിച്ചാൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതായിരുന്നു? സ്റ്റേപ്പിസ് അല്ലേ? ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് അല്ലേ? ആ സ്റ്റേപ്പിസിനോട് ചേർന്ന് കിടക്കുന്ന പേശിയാണ് ഏറ്റവും ചെറിയ പേശി. അതാണ് സ്റ്റേപ്പിഡസ്. അങ്ങനെ പേശികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് മയോളജി എന്ന് പറയുന്നത്. പേശികൾക്ക് മസിൽ നല്ല ഇംഗ്ലീഷ് പറയാം. അപ്പോൾ ഓർമ്മിച്ചു വെക്കാം, മയോളജി. അതാണ് പേശികളെ കുറിച്ചുള്ള പഠനം. അപ്പോൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം.